ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ചോറൂണ് കണ്ടാലോ? നമ്മൾ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 10 ദിവസം വയറ് നിറച്ച് എന്തായിക്കോട്ടെ, ഒരു ചമ്മന്തി ആയാലും വയറ് നിറച്ച് ചോറ് കേട്ടോ. എന്താ പറയുക, വീട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ചോറുണ്ടായിരുന്നു, പൊതുവേ ചോറും കറി ഉണ്ടായിരുന്നു. സ്ഥാനത്ത് നമ്മളൊരു ദിവസം ലീവിനൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഒരു കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചോറുണ്ട്, പിന്നെ നല്ല തേങ്ങ അരച്ച പലവക മീനുണ്ട്. പലവക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരം കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കൂടി ചേർത്ത് ഞങ്ങളുടെ പലവക എന്ന് പറയാം. പലവക ഉണ്ട്, പിന്നെ മാന്തൾ കേട്ടോ. ഈ പലവകയിൽ അത്യാവശ്യം വലിയ മാന്തൾ കിട്ടിയത്, അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് മാന്തൾ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കടച്ചക്ക കേട്ടോ. നിങ്ങളവിടെ എന്താ പറയാന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ കടച്ചക്ക എന്നാണ് പറയാ. അപ്പോൾ കടച്ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ പിന്നെ എന്തിനും ഉപ്പേരി എന്നായിട്ട് പറയാം. അപ്പോൾ പല ഭാഗങ്ങളിലും മെഴുക്ക് പറ്റി അത് എന്നൊക്കെ പറയുമല്ലോ, ഞങ്ങളിവിടെ എന്തിന് എന്തായാലും ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയുക. അങ്ങനെ കടച്ചക്കയുടെ ഉപ്പേരിയുണ്ട്, തേങ്ങ അരച്ച മീൻകറി ഉണ്ട്, പിന്നെ മണങ്ങ് പൊരിച്ചിട്ടുണ്ട്. ഈ മീൻ നിങ്ങളവിടെ എന്താ പറയുക പറയണേ? ഞങ്ങളിവിടെ മണങ്ങ് എന്നതിന് പറയാം. അപ്പോൾ അതും കൂട്ടി ഉച്ചയ്ക്ക് നല്ലൊരു ഊണം കഴിച്ചിട്ടോ. ഒന്നാമത് പുറത്ത് നല്ല മഴയാണ്. ഈ പുറത്ത് മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ, അകത്തിരുന്നിട്ട് ചൂട് ചോറ്, അതുപോലെ നമ്മൾ വൈകിട്ട് ചൂട് കട്ടൻ ചായയും സ്നാക്സൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ, അത് വേറൊരു വൈബാണല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ കഴിക്കുന്നത്? പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലോട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോണ്ടല്ലോ, എൻ്റെ പൊന്നടാവേ പറയാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ചെറിയ എന്തെങ്കിലും മുളക് പൊട്ടിച്ച് വെറുതെ കഴിക്കുമ്പോഴായാലും അത് വേറൊരു ടേസ്റ്റായി തോന്നും. ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് ഫുഡില്ല, അങ്ങനെയുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. എത്ര നമ്മൾ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഒരു കഞ്ഞിയും ചോറോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തായിക്കോട്ടെ, ഒരു മത്തി പൊരിച്ചതായി കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര 5 സ്റ്റാർ എന്ന് കഴിച്ചു കഴിഞ്ഞാലും കിട്ടൂല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ വരുമ്പോൾ തന്നെ വീട്ടിൽ ഇതിനൊന്നും കഴിക്കാതെ വന്നതാണല്ലോ എന്ന് ചോദിക്കും ഈ തീറ്റ കണ്ടിട്ടേ. അപ്പോൾ അങ്ങനെയൊന്നല്ല ഇതിൻ്റെത്. നമ്മൾ കുറേ കാലം നമ്മൾ പുറത്തും അവിടെയൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ലീവ് തരുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാണുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പറയുമ്പോൾ ആർത്തി തന്നെയാണ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആർത്തി തന്നെ കൂട്ടിയാൽ മതി. എന്തായാലും വയറ് നിറയെ കഴിക്കണം. കഴിച്ചാലും എന്തോ എത്തുന്ന ഒരു ടേസ്റ്റ്, മൊത്തത്തിലൊരു ടേസ്റ്റ് ഉണ്ടാക്കത്തിനും. നമ്മൾ സാധാരണ നമ്മൾ കഴിച്ചാലും വീട്ടിൽ നിന്ന് കിട്ടുമ്പോണ്ടല്ലോ ഒന്നും പറയേണ്ട കേസ്. അങ്ങനെ നമ്മൾ മണങ്ങും വറുത്ത് അയ്യോ ചോറ് ഒരു പാത്രം ചോറിട്ടോ. നിങ്ങൾ ഇത്രയൊക്കെ തിന്നുന്നില്ലേ? ശരിയായി, ഞാൻ ഇത്രയൊക്കെ അങ്ങനെ കഴിക്കില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന ആളെന്ന് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ്റെ പ്രസവത്തിന് എത്ര ഒന്നും ഇയാൾ ഒന്നിനെ ഒന്നെന്ന് പറഞ്ഞിട്ട് രണ്ടൊന്നിനെ കേട്ടു. ഒന്ന് വൺ വൺ എടാ വണ്ണ് പറയടാ. ആ എന്താ ഉണ്ണിക്കുട്ടാ? വൺ ഉണ്ണിട്ട് 1 2 എടാ വണ്ണാടാ ഉണ്ണിക്കുട്ടാ. വൺ എടാ ഉണ്ണിക്കുട്ടാ വൺ. സൂചിരി പിന്നെ കുത്ത വൺ പറഞ്ഞേ ഉണ്ണിക്കുട്ടാ. എടാ ഉണ്ണിക്കുട്ടാ ഇതെത്ര ഉണ്ണിക്കുട്ടാ? എടാ ഉണ്ണിക്കുട്ടാ വൺ പറഞ്ഞാടാ. മുത്തമ്മക്ക് 1 പറഞ്ഞെടുക്ക്. 1 പറഞ്ഞെടുക്ക്. എന്നിട്ട് തരാം. 1